പറഞ്ഞില്ലേ ഉമ്മാന്റെ വീഡിയോസ് എവിടെ ഇല്ല. ഞാൻ എന്റെ ഉമ്മാന്റെ ആ വീഡിയോസ് ഒക്കെ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എന്റെ യൂട്യൂബിൽ നിന്നൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കി കഴിഞ്ഞു. എനിക്കറിയാം അത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്റെ ഉമ്മ അങ്ങനെ ഒരു തെറ്റ് ഞങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. ആ തെറ്റ് എനിക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ തെറ്റ് തിരുത്തി. ഇപ്പൊ എന്തായി? പവനായി ശവനായി. എന്തൊക്കെയായിരുന്നു? മലപ്പുറം കത്തി, മിഷിൻ കണ്ണ്, അമ്പും വില്ലും ഷെരീഫിന്റെ വീട്ടിൽ കണ്ട് ഇടിച്ചു കയറിയിരുന്നു. എന്നിട്ട് പൂരത്തെറിയും. ഇപ്പം എന്തായി? വല്ല മാനസാന്തരം വന്നോ? അപ്പോൾ ഷാജി വീഡിയോയിലോട്ട് പോണതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിക്കോളി. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരുമാതിരി വീഡിയോകളൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് അങ്ങോട്ട് എത്തിക്കോളും. അപ്പോൾ ഷാജി നീ ഇയാളെ കുറിച്ചിട്ട് അധികം ആർക്കും അറിയില്ലെങ്കിൽ ചെറിയൊരു പെർഫോമൻസിൻ്റെ വീഡിയോ കാട്ടിത്തരാം. അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു നാറി അങ്ങനെ കെട്ടിയോളിനും കൂടി ഇൻട്രൊഡക്ഷൻ കെട്ടിയോളിനും കൂടി ഇതിലേക്ക് ഞാൻ കാരണം ഇറക്കി എന്നുള്ളൊരു ഇത് വരുമല്ലോ. അപ്പൊ അങ്ങനെ കെട്ടിയോളും വന്നു ഇനിയുള്ള വീഡിയോസ് ആണെങ്കിൽ അതിലൂടെ അങ്ങോട്ട് വാരാലോ. എടാ നാറി നല്ല ചരക്ക്, അടിപൊളി ചരക്ക്, 24-25 വയസ്സായ ഒരു ചരക്ക് കൂടെ ഉള്ളപ്പോ മറ്റുള്ള പെൺകുട്ടികളെ എന്തിനാണ് വലിച്ചടിക്കുന്നത്? ആ ചരക്കിനെ കണ്ടിട്ടും നിനക്ക് റീച്ച് കിട്ടില്ലെങ്കിൽ ആ ചരക്കിനെ അഴിച്ചിട്ടുള്ള വീഡിയോസ് ഇട്ട് കാണിച്ചു കൊടുക്കാം. എന്തായാലും നീ നാട്ടിലുണ്ടല്ലോ, അഴിച്ചിട്ടുള്ള കൂടെ കിടക്കുന്ന വീഡിയോസ് അങ്ങോട്ട് ഇടുക, അടിപൊളിയായിട്ട് റീച്ച് ആവും. നല്ല ഡോളർ നിനക്ക് വാരാം. അതിന് ആൾക്കാർ നിറയെ ഉണ്ടാവും. അല്ലാണ്ട് ഞങ്ങളുടെ വീഡിയോസ് എടുത്തിട്ട് നീ അങ്ങനെ സമ്പാദിക്കണ്ട. ഞങ്ങളെ തിന്നിട്ടുള്ള സമ്പാദ്യം നിനക്ക് വേണ്ട. നിന്റെ തന്തയ്ക്ക് നാണില്ല, നിന്റെ തള്ളയ്ക്ക് നാണില്ല, തീരെ നാണില്ലാത്ത തള്ളയുള്ളത്. അത് അളച്ചി പറയാണ്. എന്താണ്? എന്റെ മകൻ ആണോടി തള്ളേ? അങ്ങനെ ആണാണെങ്കിൽ നിന്റെ മകനെ കുത്തിണ്ടാക്കിയ നിന്റെ മകനല്ലേ നീ ആരും ഒതുക്കി വളർത്താൻ പഠിക്കും. പെൺകുട്ടികളെ എങ്ങനെ റെസ്പെക്ട് ചെയ്യാന്ന് പഠിപ്പിക്കും ഫസ്റ്റ്. അല്ലാണ്ട് മകൻ യൂട്യൂബിൽ കാശ് ഉണ്ടാക്കി കൊടുന്ന് തിന്നാൻ പഠിക്കല്ലേ ചെയ്യേണ്ടത്. ആണാണ് അത്ര കളവി എന്നോട് പറയും. ആണാണ് അവന്റെ തന്ത പറയണ് എന്റെ മകന്. അതാണ് ഇവളുടെ മെയിന്. ലൈവിലുണ്ട് വരും. എന്നിട്ട് ആരൊക്കെ ദേഷ്യമുള്ള ആൾക്കാരെ ഓരൊക്കെ പൂര തെറി പറയാം. ഓരെ മാത്രമല്ല ഓരോ വീട്ടിലുള്ളവരെയും അവിടെയുള്ള കുട്ടികളടക്കം പറയും. ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് എവിടുന്നാണെന്നറിയോ? ഇവളുടെ ഉമ്മാനെ തെറി പറയണതും അതിൻ്റെ വേണ്ടാത്ത വീഡിയോസുകളൊക്കെ എടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക. വീഡിയോയിലൊക്കെ പരമാവധിയോളം ഉമ്മാനെയൊക്കെ തെറി പറഞ്ഞിട്ട് ആകെ നാറ്റിച്ചുക്കണു. അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ആരായാലും റിയാക്ട് ചെയ്യും. അതിൽപ്പെട്ട ഒരാളാണ് ഷെരീഫ്. എന്നിട്ട് ഷെരീഫ് ഓൾക്കെതിരെ റിയാക്ട് ചെയ്തിട്ട് ഓരോ വീഡിയോസുകളൊക്കെ ഇട്ടു. അതിനവൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് ഷാജിദ് ആകെ അലമ്പാക്കി. അത് പോട്ടെ. ഇപ്പോൾ അത് അമ്മാനെ ചെയ്തത് തെറ്റായി, ഞാനിങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു വന്നിക്കുക. എന്തായാലും അതൊന്നും കാണാം. പിന്നെ ഉമ്മാന്റെ കാര്യം പറഞ്ഞില്ലേ, ഉമ്മാന്റെ വീഡിയോസ് എവിടെ ഇല്ല. ഞാൻ എന്റെ ഉമ്മാന്റെ ആ വീഡിയോസ് ഒക്കെ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എന്റെ യൂട്യൂബിൽ നിന്നൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കി കഴിഞ്ഞു. എനിക്കറിയാം അത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്റെ ഉമ്മ അങ്ങനെ ഒരു തെറ്റ് ഞങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. ആ തെറ്റ് എനിക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ തെറ്റ് തിരുത്തി ഞാൻ പഠിച്ചവനോട് തോപ ചെയ്തൊരു സംഭവമാണ്. ഞാൻ ആ തെറ്റ് എനിക്ക് മനസ്സിലായി. പഠിച്ചോനെ അത് എനിക്ക് പൊരുത്തപ്പെട്ട് തരണം, അല്ലെങ്കിൽ അത് പുറത്ത് തരണം ഞാൻ. അത് ശരിയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചോനെ എന്തായാലും അത് പുറത്തു കൊടുക്കും. അമ്മാതിരി കാട്ടവരാതല്ലേ എമ്മാനോട് ചെയ്തിക്കണ്. എന്നിട്ട് ഇപ്പൊ തൗബ ചെയ്തിക്കണത്രേ. ഇതപ്പം കിട്ടും പൊരുത്തം. പടച്ചോൻ എന്തും പൊറുക്കും. പക്ഷെ മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ദുനിയാവിന്ന് അനുഭവിക്കാതെ പോവില്ല. എന്നാലും ഇതെന്ത് പറ്റി? തലയ്ക്ക് തേങ്ങ എന്തേലും മൂണോ? ഞാൻ കണ്ട ഷാജി ഇങ്ങനെയല്ലാന്ന്. അഭിനയിക്കുകയാണെങ്കിലും നന്നായില്ലേ, അത് മതി. എന്തായാലും ബാക്കിയാണ്. പക്ഷേ അതെന്നെ വലിച്ചു വാരി ഓരോരുത്തർ. കാരണം അതൊക്കെ ഞാൻ അപ്പോഴേ ഡിലീറ്റ് ആക്കി കഴിഞ്ഞു. എന്റെ യൂട്യൂബിൽ കാണില്ല, എന്റെ ഷോർട്സിൽ കാണില്ല, എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കാണില്ല. ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്തു. അതും ഞാൻ ആ സംഭവം കഴിഞ്ഞു കഴിഞ്ഞിട്ടും ഞാനൊരു 2 വീക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ആ സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് പറയാൻ എന്നെ അപ്പോഴും അങ്ങനെ മെന്റലി പ്രഷർ ചെയ്യിപ്പിച്ചിട്ട് ഇടിയിച്ച സംഭവമാണത്. അത് ഞാനായിട്ട് ഇട്ടതെന്നല്ല. അത് ചിലപ്പോൾ എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ഇട്ടതായിരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എൻ്റെ അടുത്ത് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി വിളിച്ചിട്ട് പറഞ്ഞു, ഷാജി അങ്ങനെ ചെയ്യേണ്ട, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയി, ആ വീഡിയോസ് ഒന്നും അങ്ങനെ ഇടണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാനത് ചെയ്തിട്ടില്ല. പിന്നെയും എന്താ പറയാ, ആ സംഭവങ്ങൾ വീണ്ടും എടുത്ത് അതേ ഒരു ഇതാക്കി. അയ്യോ പാവം, അറിവില്ലായിട്ടല്ലേ. നിങ്ങൾക്കൊന്നും ക്ഷമിച്ചൂടെ? വെളി കാണണമായിരുന്നല്ല, അസഭ്യവർഷത്തിന്റെ ഒരു കൂടാണ്. സ്വന്തം ഉമ്മാനെയും കുടുംബത്തിനെയും എന്തിനാ നാട്ടുകാരെ അടക്കം വെറുപ്പിച്ചിട്ടാണ് അവിടുന്ന് ഇങ്ങോട്ട് മണ്ണാർക്കാട്ടിക്ക് വന്നിക്കണത്. എന്നിട്ട് വേറൊരു നാട്ടിൽ വന്നിട്ട് അടങ്ങിയോ? ഇല്ല. നേരെ നമ്മളെ ഷെരീഫിന്റെ വീട്ടിൽ പോയിട്ട് കാണിക്കാൻ പറ്റണ അത്രയും പെർഫോമൻസ് അങ്ങോട്ട് കാട്ടി. എന്നിട്ട് ഇപ്പോൾ അസഭ്യവർഷം സഹിക്ക വയ്യാതെ ഷെരീഫും നാട്ടുകാരും പാടെ കൂടിയിട്ടാണ് പറത്ത് ചെയ്ത്. പക്ഷെ ഷെരീഫ് അത് വിടുമോ? അത് ആരായാലും വിടൂല. നമ്മളൊക്കെ പെരീക്ക് ഇങ്ങനെ കയറി വന്നിട്ട് തെറി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിടുമോ? ഷെരീഫ് എങ്ങനെയൊക്കെ ഇവിടെ പൂട്ടാൻ പറ്റുമോ അങ്ങനെയൊക്കെ പൂട്ടി. എന്നിട്ട് അവസാനം പുതിയൊരു അടവും കൊണ്ട് വന്നിക്കുക. എന്തായാലും ഷെരീഫ് ഇത് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇവിടുത്തെ നാട്ടുകാരെയും തെറി വിളിച്ചിട്ട് ഇവിടെ തന്നെ ബിസിനസ് ഇട്ടിട്ട് സുഖസുന്ദരമായിട്ട് ജീവിക്കാമെന്ന് കരുതി. പക്ഷെ ഷെരീഫ് നല്ല 8ന്റെ മണി തന്നെ കൊടുത്തിക്കണ്. അതൊന്നും കാണാം. ഞാൻ കല്യാണം ചികിത്സ തുറക്കണെന്നാ പറഞ്ഞത്. ഒരു ചെറിയൊരു കട അവിടെ തുറക്കുക, അത് അയാൾ അനുവദിച്ചതിന് ഒരു മഹാഭാഗ്യം. എന്റെ ഈ വീഡിയോ ഇതൊക്കെ പാടന്ന് കണ്ടേക്കേ ആൾക്ക് മനസ്സിലായി മാസം വാടക ഉണ്ടാവില്ല, ലൈവേ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. എളുപ്പം ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ യേശുദാസിനൊക്കെ വെച്ച് ഉദ്ഘാടനം ചെയ്യാൻ നിൽക്കുന്നു. ഇതേ യേശുദാസും ഇല്ല, MG ശ്രീകുമാറും ഇല്ല, സന്തോഷ് പണ്ഡിറ്റും ഇല്ല, കടയില്ല, ഒന്നുമില്ല. ഒക്കെ പാടാൻ പോന്നു. അവിടുന്ന് മഹല്ലേലും
പോലീസും പാടെ കൂടിയിട്ട് നാട്ടുകാരൊക്കെ പാടെ കൂടിയിട്ട് ഓളെ നാട് കടത്താൻ വേണ്ടിയിട്ട് ഇവൾക്ക് പോകാനൊരു നാട് ഉണ്ടായില്ല. അതിലാണ് ഇവളെ മെസ്സേജ് കണ്ടേക്ക് ഇവളോട് ചോദിച്ചതേ, എടീ അവിടെ ഏതെങ്കിലും ഒരു വാടക വീട് കിട്ടുമോ, എനിക്ക് തൽക്കാലം ഒന്ന് നിൽക്കാനാണ്. അപ്പൊ ഇവളാണ് ഈ സ്ത്രീ. ഇവളിപ്പോ ഈ നിൽക്കുന്ന വീടില്ലേ, ഈ വീട്ടിൽ ഇതിന് മുമ്പ് ഒരു പെണ്ണ് തൂങ്ങി മരിച്ചിട്ട് ഈ വീട്ടിൽ ആരും ഈ വീട് എടുക്കുന്നില്ല. എത്ര വാടക കമ്മിയാക്കി കൊടുത്താലും ഈ വീട് എടുക്കാൻ ആളുണ്ടായിരുന്നില്ല. കാരണം എന്താ, അവിടെ ഒരു പെണ്ണ് മരിച്ചിട്ടുണ്ടായിരുന്നു. അവരെന്തോ ഭർത്താവും മറ്റേ അവളും തമ്മിലൊരു ഇഷ്യൂ ആയിരുന്നു. അതിന്റെ പേരിൽ പെണ്ണ് തൂങ്ങി മരിച്ചിരുന്നു. അങ്ങനെ ആ വീട് കുറെ കാലം കൂട്ടിയിട്ട് കിടക്കായിരുന്നു. അതിന്റെ അടിയേക്കാണ് ഈ വന്നത്. അപ്പൊ പിന്നെ വന്നത് ചെയ്താനല്ലേ, അതുകൊണ്ട് പേടിച്ചല്ലാതെ ഇതിനെ കൊടുത്തതാ. പക്ഷെ ഇത് മെനയായി. ഇപ്പൊ ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങണില്ല. ഇപ്പൊ അത് അങ്ങനെ അവിടെ കൂടിയിരിക്കുകയാണ്. ചെയ്താൻ ഇനിയിപ്പോ എന്താ, ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് അടക്കം പോകാത്ത ചെയ്താണെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? അതാണ് ഇപ്പൊ ആ പെരക്കാരവസ്ഥ. ഓലോട് കംപ്ലൈന്റ് പറയുന്നുള്ളൂ. ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ പറയുന്നുണ്ട് ഓൾ ഇന്ന് പോകാം, നാളെ പോകാം, മറ്റന്നാ പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്ന് വട്ടം കറങ്ങാണ്. കുപ്പിയിൽ കൂറ വട്ടം മാറി ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ എന്നൊക്കെ മൂപ്പത്തേര് ആരോടൊക്കെ പറയുന്നുണ്ട്, ഈ ഹൗസ് ഓണർ. നമുക്കിപ്പോ അതൊന്നും വിഷയം. ഇതിലും വലിയ പണി ഇനി സ്വപ്നങ്ങളിൽ മാത്രമേ കിട്ടുള്ളൂ. കടയും പോയി, വീടും പോകാനായി, ഇനിയിപ്പോൾ കേസുകളുടെ ഒരു പട്ടിക തന്നെ വരാൻ കിടക്കുന്നു. അതുകൊണ്ടാണ് ഈ മനംമാറ്റം. പക്ഷെ ഇതിനെ വിശ്വസിക്കാനും പറ്റൂല. അമ്മാതിരി കാട്ടവരാധങ്ങളല്ലേ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കാട്ടിക്കൂട്ടിക്കണ്. ഒരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ മാന്യമായി ജീവിക്കണം. അല്ലാതെ അവിടെ മാന്യമായി ജീവിക്കുന്ന ആൾക്കാരെ നെഞ്ചത്ത് കയറി കഴിഞ്ഞാലേ ആ നാട്ടിലുള്ളവരെ അവിടുന്ന് പറപ്പിക്കും. അത് മണ്ണാർക്കാടെന്നല്ല, ഏത് സ്ഥലമാണെങ്കിലും അങ്ങനെ തന്നെ. എന്തായാലും കുറച്ചുകൂടി ഉണ്ട്, അതും കൂടിയും കാണാം. നമുക്കില്ലേ, ഞാൻ പറയട്ടെ, എനിക്ക് ഇപ്പൊ കുറച്ച് ഒരു 1 വീക്കായിട്ട് ഭയങ്കര, കാരണം എന്താണ് വിട്ട കാര്യം പിന്നെയും നമ്മുടെ പിറകെ നടന്ന് നമ്മളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പിറകെ നടന്ന് നമ്മളെ ടോർച്ചർ, നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ ജീവിച്ചു പോകണ്ട്. ആരുടെ അടുത്ത് ഒരാളുടെ അടുത്ത് 1 ഉറുപ്പിക്ക് നമ്മൾ പോകണില്ല. ഞാനുണ്ട്, എന്റെ മക്കളുണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ജീവിച്ചു പോണത്. അതിന്റെ ഇടയിൽ വീണ്ടും നമ്മളെ എന്താ പറയാ, പിന്നാലെ നടന്നിട്ട് നമ്മളെ ശല്യപ്പെടുത്തണം, നമ്മളെ പിന്നാലെ നടന്നിട്ട് വീഡിയോസ് ഇടണം. അപ്പൊ ഒരു പരിധിയില്ലേ, നമുക്ക് സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ. അയ്യോ, എന്തൊരു മനംമാറ്റം. ആ ലൈവ് ഓണാക്കിയിട്ടേ സ്വന്തം മക്കളെ അടുത്തിരുത്തിയിട്ടേ എന്തൊക്കെ തെറികളാണ് വിളിച്ചു പറയാന്നറിയും. എന്നിട്ട് അത് കേട്ടിട്ട് ആ ചെറിയ കുട്ടികളൊക്കെ ഓരോന്ന് വിളിച്ചു പറയും. അതൊക്കെയാണ് സ്ഥിരം പരിപാടി. ചെറിയ മക്കളല്ലേ, അയറ്റുകളെങ്ങനെ നമ്മളെങ്ങനെയാണോ അതുമാതിരി ഉണ്ടാവും അവരെ വളർച്ച. പരമാവധി മക്കളെയൊക്കെ തിന്ന് ഒഴിവാക്കാൻ നോക്ക്. ഓരെങ്കിലും നല്ല രീതിയിൽ വളർന്നോട്ടെ. എന്തായാലും ഷെരീഫ് കൊടുത്ത പണി നല്ലോണം ഏറ്റുക്കണു. എല്ലാ തെറ്റുകളും തിരുത്തി നല്ലൊരാളായി സമൂഹത്തിൽ തലയുയർത്തി ജീവിക്കട്ടെ. എന്തായാലും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.